സുരേഷ് ഗോപിയോട് ദേശാഭിമാനിക്ക് മാത്രമല്ല CPM-നും വല്ലാത്ത കലിയാണ്. ഇന്നത്തെ ദേശാഭിമാനി പത്രം ആ കലി മുഴുവൻ തീർത്തിട്ടുണ്ട്. കാരണം ലോക്സഭയിൽ വഖഫ് ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ നിലവിളി കേട്ട, ക്രൈസ്തവ സഭ പറഞ്ഞത് കേട്ട, കത്തോലിക്ക മെത്രാന്മാർ പറഞ്ഞത് അനുസരിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു MP സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ക്രൈസ്തവ സഭയുടെ വികാരം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, സത്യത്തിൽ പിണറായി വിജയനെ അങ്ങ് പഞ്ഞിക്കിടുകയും ചെയ്തു. കാരണം കേരള നിയമസഭ വഖഫ് നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. സതീശനും പിണറായിയും കൂടെ ഒരുമിച്ച് കൈയടിച്ച് പാസ്സാക്കിയ പ്രമേയം. അത് അറബിക്കടലിലായി. കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ, അത് അറബിക്കടലിലായി എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി പാർലമെൻറ്റിൽ ലോക്സഭയിൽ പറഞ്ഞത് വല്ലാത്ത പ്രഹരമായി CPM-ന് ഈ അടി കിട്ടുന്ന ആദ്യമല്ല. ഇതിനു മുമ്പ് CAA-ക്കെതിരെ പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെയും ഇതുപോലെ പ്രമേയം പാസ്സാക്കി. എന്നിട്ടെന്തായി? ആ പ്രമേയവും വെറും കടലാസായി മാറി. അത് ഇന്നലെ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞ് കുറച്ചു സമയമെങ്കിലും എടുത്തിട്ടാണെങ്കിലും നടത്തിയ പ്രകടനം മിന്നുന്ന പ്രകടനമായിരുന്നു. കണ്ടായിരുന്നു? ഞാൻ കണ്ടിരുന്നു. കഷ്ടിച്ച് 1 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ K. രാധാകൃഷ്ണൻ്റെ മലയാളത്തിലുള്ള പ്രസംഗം ആദ്യം മുതൽ ഞാൻ കേട്ടിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ സത്യത്തിൽ മാന്യതയാണ് കാണിച്ചത്. കാരണം വേറെ പല ആളുകളും പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ അറിയാത്ത ഭാഷയിൽ പറയുമ്പോൾ. രാധാകൃഷ്ണൻ അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഭാഷയിൽ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് 1987 ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ആളുടെ പേര് കേട്ടപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് തോന്നിയെന്നും പറഞ്ഞു ഇവിടെ ബഹളം വെച്ചു. അത് സുരേഷ് ഗോപിക്കറിയാം എന്ന് പറഞ്ഞു. സുരേഷ് ഗോപിയെ ആവശ്യമില്ലാതെ വലിച്ചിട്ടു. ഈ പൃഥ്വിരാജിന്റെ അമ്മ RSSന് വലിച്ചിട്ടിരിക്കുന്ന പോലെ സുരേഷ് ഗോപിയെ വെറുതെ ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ ചെയറിലിരുന്ന സ്പീക്കറല്ല, പാനൽ മെമ്പർ ആണ് ഉണ്ടായിരുന്നത്. പറഞ്ഞു സുരേഷ് ഗോപിക്ക് പറയണ്ടില്ല, നിങ്ങളുടെ പേര് പറഞ്ഞല്ലോ, എന്തെങ്കിലും അത് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പാനലിൽ ഇരിക്കുന്ന ആൾക്ക് സുരേഷ് ഗോപിയെ പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ പേര് പറഞ്ഞല്ലോ, പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ഗോപി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പുറത്തിരിക്കുന്നവർ കാപട്യമാണ്, ഇങ്ങനെ അവരൊരു പ്രമേയം പാസാക്കി, നാളെ ഇത് രാജ്യസഭ ഈ വഖഫ് നമ്മൾ സംസാരിക്കുമ്പോൾ രാജ്യസഭയിൽ ഇത് വോട്ടിടാൻ പോവാ. അതെ, അതെ ചെയ്യാൻ പോകുന്നു. രാജ്യസഭയിലൊക്കെ ഇത് ഈസി ആയിട്ട് കയറിപ്പോകും. പക്ഷെ ലോക്സഭയിൽ അത്ര ഭൂരിപക്ഷം ഉണ്ടാവില്ല. ചിലപ്പോ 6, 7, 10 ഒക്കെ ആയിട്ട് വരാം. 10 വോട്ടുകൾക്ക് പാസ്സാവും. ശരിക്കും ഡിഫറൻസ് 6 ആണ്. അപ്പോൾ അത് പാസ്സാവും. അതോടുകൂടി ഇവരുടെ ഈ പ്രമേയം അറബിക്കടലിലാവും എന്ന് പറഞ്ഞത് ഗംഭീര പ്രകടനമായിരുന്നു. അദ്ദേഹം വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് സിനിമയിൽ വരുന്നത് പോലത്തെ ഒരു പെർഫോമൻസ്, ഒരു റിയൽ ലൈഫ് പെർഫോമൻസ് ആയിപ്പോയി. തിരക്കഥയൊന്നും ഇല്ലാത്ത ഒരു പെർഫോമൻസ്. സംഭാഷണം ആരും എഴുതി കൊടുക്കാതെ തന്നെ രഞ്ജി പണിക്കർ എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കാറുണ്ടല്ലോ. അദ്ദേഹം നല്ല സംഭാഷണം പറയണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ല, അല്ലാതെ തന്നെ കയ്യിൽ ഭാഷയും ഉണ്ട്, പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. പവർഫുൾ ആയിട്ട് പറഞ്ഞു. അല്ല, ഇപ്പൊ ഇന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരള നിയമസഭയെ അവഹേളിച്ച് സുരേഷ് ഗോപി. വഖഫ് ബില്ലിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ കേരള നിയമസഭയെ അവഹേളിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരള നിയമസഭയിൽ വഖഫ് ബില്ലിന് എതിരെ ഇക്കൂട്ടർ അനാവശ്യമായി പ്രമേയം കൊണ്ടുവന്നു. ബിൽ പാർലമെന്റ് പാസാക്കുന്നതോടെ ആ പ്രമേയത്തിന്റെ സ്ഥാനം അറബിക്കടലിലായിരിക്കും. പാർലമെന്ററി മര്യാദകളെ കാറ്റിപ്പറത്തി സഭാംഗങ്ങളുടെ നേർക്ക് കൈ ചൂണ്ടി സുരേഷ് ഗോപി പറഞ്ഞു. അതിപ്പോൾ എന്താ പ്രശ്നം? സുരേഷ് ഗോപി എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കയ്യടി കിട്ടിയാൽ ഇവർക്ക് കുരുപൊട്ടും. ദേശാഭിമാനി നിലവിളിക്കുന്നത് ഇങ്ങനെയാണ്: നിയമസഭ പാസാക്കിയ പ്രമേയത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് പാർലമെന്ററി മര്യാദയല്ലെന്നും MP-ക്ക് യോജിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം സുരേഷ് ഗോപിയിൽ നിന്ന് വേണമായിരുന്നു എന്നുള്ള വിമർശനം വ്യാപകമാണെന്ന്. എവിടെ വ്യാപകം? എല്ലാവരും അത് കണ്ട് കൈയടിക്കുകയാണ് ചെയ്തത്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇത്. രാധാകൃഷ്ണൻ സംസാരിച്ചു പോകുന്നു, അയാൾക്ക് സംസാരിച്ചിരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം അദ്ദേഹത്തിന്. പക്ഷേ സുരേഷ് ഗോപിയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ച് എഴച്ചിട്ട് സുരേഷ് ഗോപിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. സുരേഷ് ഗോപി ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, പാർലമെന്റിൽ ഇന്നലെ കിരൺ റിജിജു ഇത് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മുനമ്പത്തെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ഇതിനകത്ത് പാർലമെന്റ് നിയമസഭ പാസ്സാക്കുന്ന ഊളത്തരമാണ്. അല്ല, പാർലമെന്റ് അല്ല, നിയമസഭ പാസ്സാക്കുന്നത് ഒരു തരത്തിലും നിലനിൽക്കാത്ത ശുദ്ധ മണ്ടത്തരങ്ങളും
വേണ്ടി വന്ന ഊളത്തരങ്ങൾ പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ ഒരു നിയമസഭ കേരളത്തിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ എവിടെ പാസ്സാക്കിയാലും അതിനെ അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഒരു സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഏത് മുഖ്യമന്ത്രിക്കാണ് അധികാരമുള്ളത്? പറയാം, പക്ഷേ നടപ്പാക്കേണ്ടി വരും. CAA-ക്കെതിരെ പ്രസംഗിച്ചു. ഇവിടെ ഡിറ്റൻഷൻ സെൻറ്റർ ആദ്യം ഉണ്ടാക്കിയത് ആരാ? പിണറായിയാണ്. അതെ ആണ്. അപ്പോൾ രാജ്യം കേരളം ഒരു വേറെ രാജ്യമൊന്നുമില്ലല്ലോ. ഇവർ കേരളയിലും എല്ലാം ചേർത്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം എല്ലായിടത്തും ബാധകമാണ്. എന്നിട്ടാണ് CAA-യുടെ കാര്യത്തിൽ ഇവർ പ്രമേയം പാസ്സാക്കി, ഇപ്പോഴിതിലും പാസ്സാക്കി. എന്ത് ഫലം? അത് അറബിക്കടലിൽ പോയി. കാപട്യമാണത്. അത് കാപട്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മതപ്രീണനത്തിന്റെ ഭാഗമായിട്ടുള്ള കാപട്യമാണ് CAA-യുടെ കാര്യത്തിലും ഈ കാര്യത്തിലും ചെയ്യുന്നത്. ഇവര് മാത്രമല്ല, ഇത് മുസ്ലിം ലീഗിന്റെ ആളുകളും ഒക്കെ ഇങ്ങനെ തന്നെ കാപട്യമാണ്. ഇപ്പോ പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ വയനാട്. പാണക്കാട്ട് പോയി ഇഫ്താറും കഴിച്ചു. അതെ. ആ സ്ത്രീ എന്താണ്, നമ്മൾ വിപ്പ് കൊടുക്കുന്നത് എന്തിനാണ്? അവിടെ വന്ന് ഇങ്ങനെ ഒരു ബില്ല് വരുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനായിട്ട് ഭൂരിപക്ഷം അതിന്റെ മൊത്തം ആളുകൾ വന്നിരിക്കണമല്ലോ. അപ്പൊ ആ ഭാഗം ദുർബലമാണെന്ന് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് തോറ്റുപോയാൽ പോലും. പക്ഷെ വിപ്പ് കൊടുത്ത ആളുകളും പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ ആളുകളൊന്നും, രാഹുൽ ഗാന്ധിയും അവിടെ അധികം നേരമൊന്നും ഉണ്ടായില്ല. എപ്പോഴോ വന്നിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പ്രസംഗത്തില് അങ്ങേർക്ക് മറ്റേ സോഫ്റ്റ് ഹിന്ദുത്വയും കൂടെ കൊണ്ടു കിടക്കണം ഈ രണ്ട് കൊച്ചുങ്ങൾക്കും. അതാണ് പ്രശ്നം. ഇടയ്ക്ക് പോയി അമ്പലത്തിലും ഒക്കെ ആ പൊക്കിപ്പോയില്ല, മറ്റേ ഈ സ്ഥാനാർത്ഥികളായതിൽ പിന്നെ ഉണ്ടാവില്ല. പക്ഷെ സംസാരിക്കണ്ടേ? പക്ഷെ ഇന്നലെ FB ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പാർലമെന്റിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രസംഗിച്ചില്ലെങ്കിലും. പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇല്ലെന്നും പറയുന്നു. പിന്നെ പണ്ട് മുതലേ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്ക് ബൈപ്പോളർ ഡിസീസ് ഉണ്ട്. അതാ ഞാനും 7 മണി കഴിഞ്ഞാൽ പിന്നെ ബൈപ്പോളർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും സന്ധ്യക്ക് പോകാൻ പറ്റില്ല. അതെ. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ ഇന്ന് അമേരിക്കയിലാണെന്നോ അങ്ങനെ എന്തോ റിപ്പോർട്ടും കണ്ടു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മധുരയിൽ പാർട്ടി കോൺഗ്രസിന് പോയ സഖാക്കള് തിരിച്ച് ലോക്സഭയിൽ വന്ന് പ്രകടനമൊക്കെ നടത്തിയില്ലേ? ജോൺ ബ്രിട്ടാസ് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അല്ല, ജോൺ ബ്രിട്ടാസ് എത്രയാ വാങ്ങിച്ചു കൂട്ടുന്നത്? അത് തന്നെ നമുക്ക് എപ്പിസോഡ് ചെയ്യാൻ മാത്രമുണ്ട്. ഈ ബ്രിട്ടാസ് പൊട്ടാസായ കഥകൾ അതെ നമുക്കൊരു എപ്പിസോഡ് പറയാനുണ്ട്. ഏറ്റവും അവസാനം ഇന്നലെ കണ്ടു മുലായം സിംഗിന്റെ കാര്യം കണ്ടില്ലേ? മുലായത്തിന്റെ മകൻ അഖിലേഷ് യാദവ് ഒരു ആവശ്യമില്ലാതെ അമിത്ഷായെ പ്രകോപിപ്പിച്ചു. നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ എണീറ്റ് വളരെ കൂളായിട്ട് പറഞ്ഞു, അത് നിങ്ങൾ കുടുംബത്തിലെ 4-5 പേരിൽ നിന്ന് ഒരാളെ പ്രസിഡന്റ് ആക്കുന്ന പോലെ 2 കോടിയല്ല 10-12 കോടി ആളുകളുണ്ട്. അതിൽ നിന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ സമയമെടുക്കുന്നു പറഞ്ഞപ്പോൾ അഖിലേഷ് അങ്ങ് ചമ്മി തൊഴുത് ഇങ്ങനെ ചമ്മി നാറുന്ന ഒരു വിഷ്വൽസ് നമ്മൾ കണ്ടു. ബ്രിട്ടാസ് എപ്പോഴും എഴുന്നേറ്റ് അമേരിക്കയിലെ ഗ്രോക്ക് എന്നൊക്കെ മറ്റേ എലൺ മസ്ക് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അമിത്ഷാ എഴുന്നേറ്റു. അമിത്ഷാ എന്നിട്ട് പറഞ്ഞു, ഈ സഭയില് ഉള്ള ഏക രാജ്യാന്തര പാർട്ടി ഇന്റർനാഷണൽ പാർട്ടി ആണ് അങ്ങേരുടേത്. വല്ലപ്പോഴൊക്കെ ഭാരതീയമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞ ആളുകളൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞ പോലെ ധാരാളം വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളാണ് ഇവര്. ഈ നിയമത്തിന്റെ ഈ ബില്ലിന്റെ അന്തസ്സത്തയിലേക്ക് കടന്നിട്ട് ആരെങ്കിലും അതിൻ്റെ അകത്ത് സംസാരിച്ചു? അല്ല, അതും എനിക്ക് തോന്നുന്നു വളരെ വികാരവായ്പോടെ കേരളത്തിലെ ആളുകളുടെ കൂടി വികാരം ഉൾക്കൊണ്ട് സുരേഷ് ഗോപി അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ അകത്ത് മുനമ്പം പരാമർശിക്കാനും ഒക്കെ ഇവിടെ അതെ, അത് ശരിക്കും മുനമ്പത്തെ കുറിച്ച് കിരൺ റിജിജു പറയാനുള്ള കാരണം സുരേഷ് ഗോപിയാണ്, ഒരു തർക്കമില്ല. പിന്നെ 2 അണ്ണന്മാര് ഫ്രാൻസിസ് ജോർജ്, ജോസ് മാണി, ഇവിടുത്തെ അവരുടെ സഭ അവർക്ക് നിർദ്ദേശം കൊടുത്തതാണ് ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന്. ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുന്നവര് ജോസ് മാണി അതിൽ ചില വ്യവസ്ഥകളൊക്കെ നല്ലതാണ്, മറ്റേ ട്രൈബ്യൂണൽ എൻ്റെ മുകളിൽ ഹൈക്കോടതിയിലേക്ക് പോവാന്നൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അയാളുടെ നിലപാട് അയാൾ പറയുന്നില്ല. ചിലതൊക്കെ നല്ലതാണ്, വോട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആ കാര്യം പറയുന്നില്ല. ഫ്രാൻസിസ് ജോർജ് എന്താണ് ചെയ്തതെന്ന് അറിയേയില്ല, അനുകൂലിച്ചോ എതിർത്തോ വോട്ട് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ജോസ് മാണി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവർക്ക് വേറെ നിലപാടുകൾ എടുക്കാമല്ലോ, സ്വന്തമായിട്ട് നിലപാട് എടുക്കാം. ഇന്ന് രാധാകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു ജോസ് മാണിക്ക് സ്വന്തമായിട്ട് അവരുടെ നിലപാട് എടുക്കാം, അത് വേറെ പാർട്ടിയാണല്ലോ
എന്ന് രാധാകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചാനലുകളോട്. അത്രയും ഇവർ ഈ ജോസ് മാണിക്കില്ലാതെ പോയല്ലോ, ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടെന്നാ പിന്നെ അവരെ പിണക്കണോ? ഇങ്ങനെ രണ്ടു വള്ളത്തിൽ കാലൂന്നുള്ള ഒരു നിപ്പാണ്. സഭയും പിണക്കാൻ പറ്റില്ല. സഭ പറയുന്നത് അത് രാജ്യസഭയിലാണെങ്കിൽ അത് കൃത്യമായിട്ട് അറിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വോട്ടിംഗ് വരാൻ പോകുന്നത് അങ്ങനെയാണല്ലോ, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആകെ ഈ BJD ഒക്കെ ഇല്ലേ, പിന്നെ ചന്ദ്രശേഖർ റാവു, ആ രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ എണ്ണമൊക്കെ നമുക്കറിയാം. പിന്നെ ഇയാളോ മറ്റോ അനുകൂലിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. ഏതാണ്ട് ജോസ് മാണി ഇത് നിലപാട് പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ, CPM ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇതിൽ നിലപാട് ഇങ്ങനെയാണ്, സഭയുടെ നിലപാട് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അത് നോക്കണം. ഇത് മാണി സാറ് പറയുമായിരുന്നല്ലോ. അതെ, മാണി സാറ് മാത്രമല്ല, അരമനെ പോയോ ഏതെങ്കിലും പത്രാമാരെയൊക്കെ കണ്ടിട്ടായിരിക്കും ഡൽഹിയിലേക്ക് പോകുന്നത്. KM മാണി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയമില്ല, പാലാ ബിഷപ്പിനെ കണ്ടിട്ടേ പാർലമെന്റിലേക്ക് പോകുമായിരുന്നുള്ളൂ അതിനു മുമ്പ്. അപ്പൊ കണ്ടത് തന്നെ ഒരു ചർച്ചയാവും. അതെ, അവർ കണ്ടിട്ടുണ്ട്, സോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ പാലാ ബിഷപ്പിനോട് പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ പോകുമായിരുന്നുള്ളൂ. അത് അത്രയും വിവേകം ഈ ജോസ്മോനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃത്യമായ നിലപാടോടുകൂടി ഈ സുരേഷ് ഗോപി വരുന്നത്. ഇതിൻ്റെ അകത്ത് കേരളത്തിനും ഗുണമാണ്, മുനമ്പത്തിനും ഒരു ഗുണവും കിട്ടില്ല എന്ന് ഹൈബി ഈഡനും ഒക്കെ പറയുന്നത്. അത് നിലവിളിയാണ്, എന്തൊരു നിലവിളിയാണ്. എന്റെ വ്യക്തിപരമായ പ്രശ്നമാണെന്ന്, അങ്ങേരുടെ മണ്ഡലമാണെന്ന്. ഇതെങ്ങനെയാണ് വ്യക്തിപരമായ പ്രശ്നമാവുന്നത്? അത്രയും ആളുകളുടേത്. ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റിന്റെ കയ്യിൽ നിന്നാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നത്, ഫറൂഖ് കോളേജ് ട്രസ്റ്റിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വ്യവസ്ഥ ഇതിൻ്റെ അകത്ത് വ്യവസ്ഥ 2 ഇതിൽ ബാധകമാണ്. ട്രസ്റ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ വേറെ എന്തു വിധി ഉണ്ടെങ്കിലും മുൻകാല നമുക്ക് പ്രത്യേകമായിട്ടും സംസാരിക്കണം. ഏതായാലും സുരേഷ് ഗോപിയാണ് താരം. സുരേഷ് ഗോപിയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ മാനം കാത്തത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.